ആർ.ടി.ഒ ഓഫീസിലെ വിജിലൻസ് പരിശോധനയിൽ എം.വി.ഐ കുടുങ്ങി. കൊച്ചിയിലെ എം.വി.ഐയുടെ അക്കൗണ്ടിൽ ഒരു വർഷത്തിനുള്ളിൽ നടന്നത് 8 ലക്ഷം രൂപയുടെ ഇടപാടാണ്. വാഹന ഡീലർമാരിൽ നിന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളിൽ നിന്നുമാണ് പണം എത്തിയത്. ബന്ധുക്കൾ കൈമാറിയ പണമെന്ന് എം.വി.ഐയുടെ വിശദീകരണവുമുണ്ട്. ജിജീഷ് കരുണാകരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജിജീഷ്, ഈ ആർ.ടി.ഒ ഓഫീസിലെ വിജിലൻസ് പരിശോധനയിലാണ് ഇപ്പോൾ എം.വി.ഐ നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാന വ്യാപകമായി തന്നെയായിരുന്നു പരിശോധനകൾ നടന്നത്. ആ പരിശോധനയിൽ പല ഭാഗങ്ങളിലായി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ നടന്ന ക്രമക്കേടുകൾ കണ്ടെത്തി. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് കാക്കനാട് എം.വി.ഐ കൂടി കുടുങ്ങിയിരിക്കുന്നത്. എന്നാൽ ഈ എം.വി.ഐ നൽകിയിരിക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത് ബന്ധുക്കൾ കൈമാറിയ പണമാണ്, ബന്ധുക്കൾ മറ്റു ചില ആവശ്യങ്ങൾക്ക് തനിക്ക് നൽകിയ പണമാണ് എന്നൊരു വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് വിജിലൻസ് പൂർണ്ണമായും തന്നെ കണക്കിലെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. അക്കൗണ്ടിൽ ഒരു വർഷത്തിനുള്ളിൽ നടന്നത് 80 ലക്ഷം രൂപയുടെ 8 ലക്ഷം രൂപയുടെ ഇടപാടുകളായിരുന്നു. 8 ലക്ഷം രൂപയുടെ ഇടപാടുകൾ മുഴുവൻ UPI ഇടപാടുകളായിട്ടാണ് നടത്തിയത്. ഇത് സംബന്ധിച്ചെല്ലാം തന്നെ ദുരൂഹതകൾ ഉണ്ട്. വാഹന ഡീലർമാരിൽ നിന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളിൽ നിന്നുമാണ് ഈ പണം കൈപ്പറ്റിയത് എന്ന ഒരു വിവരമാണ് നിലവിൽ വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ മാത്രം 8 സ്ഥലങ്ങളിൽ പരിശോധനകൾ നടന്നിരുന്നു. ആ പരിശോധനകളുടെ തുടർച്ചയായിട്ട് തന്നെയാണ് ആർ.ടി.ഒ ഓഫീസിൽ കൊച്ചിയിലെ ആർ.ടി.ഒ ഓഫീസുകളിലും വിജിലൻസിന്റെ പരിശോധന നടന്നത്. ഈ പരിശോധനയിലാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കുടുങ്ങിയിരിക്കുന്നത്. ഇയാൾ വിശദമായ അന്വേഷണത്തിലേക്കാണ് നിലവിൽ വിജിലൻസ് കടന്നിട്ടുള്ളത്. ശരി.